ശ്രീ സുഭാഷ് ചന്ദ്രബോസ് മിനിസ്റ്ററും ആദ്യഘട്ടത്തിൽ പറയാൻ ശ്രമിച്ചതിൽ ഒരു കാര്യം ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ അത്തരം വാർത്തകൾ അതെങ്ങനെയാണ് നടക്കുക എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ഈ മേഖലയിൽ തന്നെയാണോ ആളുകളെ വീണ്ടും താമസിപ്പിക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് ആ നിലയിൽ ഒരു ആവശ്യം ചില ആളുകളെങ്കിലും പറയുന്നുണ്ട്. അപ്പോൾ പുനരധിവാസത്തിലേക്ക് കടക്കുമ്പോൾ അതിന് ശാസ്ത്രീയമായി ആകണമല്ലോ. ഈ മേഖലയിൽ തന്നെ പൂർണ്ണമായും തകർന്നിട്ടില്ലാത്ത വീടുകളിലേക്കൊക്കെ ആളുകളെ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ താല്പര്യപ്രകാരം തിരികെ വരിക എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമാണ്? രണ്ട് കാര്യം അടിയന്തരമായി ചെയ്യണം ഗവൺമെൻറ് ഈ പ്ലാനിൻ്റെ ഭാഗമായി. ഒന്ന്, അവർക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു മാനസിക ഒരു സഹായം കൊടുത്തിട്ടുണ്ട്. ഒരു മെൻ്റൽ ഒരു ദുരന്തത്തിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു മാനസിക സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും പോയി കൗൺസിലിങ്ങും മാറ്റിയും അതൊന്ന് തുടരണം. അത് 1-2 ദിവസം കൂടെ തുടരുമ്പോൾ അവർ കുറച്ചുകൂടി നല്ല നോർമലായ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരും. അപ്പോൾ അതിനുശേഷം പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ എന്നൊക്കെ പറഞ്ഞ PRA പരിപാടികളൊക്കെ ഉണ്ട്. കാരണം വളരെ ജനങ്ങളെ കൂട്ടിയിരുത്തി കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചില തീരുമാനങ്ങളൊക്കെ അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അങ്ങനെ ശാസ്ത്രീയമായി ടൂളുകളുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് അതൊക്കെ ജനകീയ പരിപാടികളിൽ ചെയ്യുന്നതാണ്. പാർട്ടിസിപ്പേറ്ററി റിസോഴ്സ് അപ്രൈസൽ എന്നൊക്കെ പറയുന്ന പരിപാടികൾ ചെയ്യാം. അത്തരത്തിൽ അവരെയും കൂടി വിശ്വാസത്തിലെടുക്കുന്ന പരിപാടികൾ ചെയ്തതിന് ശേഷം ഈ ദുരന്തഭൂമിയുടെ ഇപ്പോൾ സംഭവിച്ച ദുരന്തഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം, നദിയുടെ സ്വഭാവം, ഇതെല്ലാം അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് അവരെ മാറ്റുന്നത് എന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കണം. മെച്ചപ്പെട്ടൊരു സംവിധാനത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ആ മെച്ചപ്പെട്ട സംവിധാനത്തിലേക്ക് മാറണം എന്നുള്ള വളരെ കൃത്യമായ, വളരെ ശാസ്ത്രീയമായ ഒരു അവബോധം അവർക്ക് കൊടുക്കുകയും മാറ്റുകയും ചെയ്യണം എന്നുള്ളതാണ് വളരെ പ്രധാനം. കാരണം വയനാട് മേഖലയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഇതുപോലത്തെ മലനിരകളും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും അവിടെ കൊണ്ടുപോയി തന്നെ നമ്മൾ താമസിപ്പിക്കുകയും ഇനിയൊരു ദുരന്തം കൂടെ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും പൊതുസമൂഹം നമ്മളെ വിലയിരുത്തുന്ന മറ്റൊരു രൂപത്തിലായിരിക്കും. ഒരിക്കൽ സംഭവിച്ച സ്ഥലത്തേക്ക് ജനങ്ങളുടെ നിർബന്ധം കൊണ്ട് നമ്മളവിടെ അയച്ചു. അതങ്ങനെ അയക്കാൻ പാടില്ലായിരുന്നു എന്നൊരു ചർച്ചയായിരിക്കും നാളെ പൊതുസമൂഹം ചെയ്യുന്നത്. അതുകൊണ്ട് അവർ വലിയ പിടിവാശിയൊക്കെ ചിലപ്പോൾ പിടിച്ചേക്കാം. പക്ഷേ അവരെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടി ചെയ്ത് അവരെ നിയമം കൊണ്ടല്ല, അല്ലാതെ തന്നെ അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നവരാണല്ലോ, പ്രായപൂർത്തിയായവരൊക്കെ ആണല്ലോ. അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാത്രമേ അവരെ മാറ്റാവൂ. ഇനി അവരുടെ ഭാഗികമായ കെട്ടിടങ്ങളാണ് അവിടെ പൊളിഞ്ഞു നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അവശിഷ്ടമല്ല, അതിൻ്റെ ബാലൻസ് വരുന്ന തടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ പുതിയ നിർമ്മാണത്തിനൊക്കെ പ്രയോജനപ്പെടുത്താം. അത് വേറെ വിഷയമാണ്. പക്ഷേ എന്തായാലും ദുരന്തമുണ്ടായ പ്രദേശത്ത്, ദുരന്തമുണ്ടായ സ്ഥലത്ത് 2 ഗ്രാമമാണ് എടുത്തു പോയത്. 10, 11, 12 വാർഡുകളാണ് എടുത്തു പോയത്. അപ്പോൾ അതിനകത്ത് വീണ്ടും ആ മലനിരകൾക്ക് താഴ്വാരത്തിൽ അവരെ കൊണ്ട് താമസിപ്പിക്കുന്നത് സേഫല്ല. പല കാരണങ്ങൾ, അത് അവർക്ക് നല്ലതല്ല. കാരണം അവരെ അയൽവക്കത്തുള്ള ആളുകളെല്ലാം മരിച്ചുപോയി, വീടെല്ലാം പോയി, കൂടുതൽ അവർ പാനിക്കാവുകയുള്ളൂ. അപ്പോൾ പുതിയ അന്തരീക്ഷത്തിലേക്ക് അവരെ മാറ്റാനുള്ള വളരെ നയപരമായ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ മാറ്റുകയാണ് ഏറ്റവും ശാസ്ത്രീയമായ ഒരു സമീപനം.